ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് സ്കൂളിലേക്കാണ് കേട്ടോ വന്നിട്ടില്ലേ. നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് നമ്മൾ ഒരു കേക്കൊക്കെ ആയിട്ട് പി ടി എക്കാരെല്ലാവരും കൂടി വന്ന് ഫാദർ കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിച്ചുട്ടനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കുട്ടന് സ്കൂളില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ഐ മീൻ ഫാദറിൻ്റെ ഓഫീസ് റൂമിലാണല്ലേ. അപ്പോൾ അവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പ്രിൻസിപ്പളിന് ശരിക്കും സുഖമില്ലായിരുന്നു, പുള്ളിക്ക് പനിയോ ജലദോഷമോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഫാദർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ പി ടി എക്കാരെല്ലാവരും പോയി. അത് കഴിഞ്ഞ് പ്രെയറിലാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ആക്ച്വലി 1 to 6 വരെ എനിക്ക് തോന്നുന്നു എൽ കെ ജി യു കെ ജി ഇല്ല തോന്നുന്നുണ്ടോ ഓൾറെഡി. 1 to 6 വരെയുള്ള പിള്ളേർക്ക് സ്കൂളില്ല. അപ്പോൾ 6th മുതൽ അങ്ങോട്ടുള്ള മേലോട്ടുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെച്ചിട്ടൊന്ന് ലീവ് ആയതുകൊണ്ട് അവനെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം അവൻ 3 വർഷമായി ഞാൻ പി ടി എയിലുള്ളൂ, അവൻ പി ടി എയിലുണ്ട്. പക്ഷേ ഇതുവരെ അവൻ ഇങ്ങനെയുള്ള ഒരു ഇവൻറ്റിനും എൻ്റെ കൂടെ വരാറില്ല. അവൻ വീട്ടിലിരിക്കുക എന്നല്ലാതെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ മക്കൾ കാണണ്ടേ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഫാദറിനെ കുറിച്ച് ടീച്ചേഴ്സ് സംസാരിക്കുകയും ഫാദറിന് ഗിഫ്റ്റ് കൊടുക്കുകയും അങ്ങനെയുള്ള സെറിമണീസൊക്കെ ആയിരുന്നു കേട്ടോ അത്രയും നേരം നടന്നിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് ഫാദറിന് ഒരു കാർഡും ഒരു ഗിഫ്റ്റും കൊടുക്കും. അപ്പോൾ ഗിഫ്റ്റായിട്ട് കഴിഞ്ഞ വർഷവും പ്ലാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തത്. അപ്പോൾ ഈ വർഷം ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ഗ്രീനറി ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ചുറ്റും ഫുള്ള് നിറച്ച് മരങ്ങളും ചെടികളും ഉള്ളൊരു സ്കൂളാണ് കേട്ടോ. ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ക്യാമ്പസാണ്. പിന്നെ നമ്മളെ പി ടി എയിൽ തന്നെയുള്ള ഒരു മെമ്പറിൻ്റെ മോളാണ് കേട്ടോ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവൾ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ഫാദർ എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ പ്രസംഗിച്ചു. വയ്യായിരുന്നു, പക്ഷെ എന്നാലും സംസാരിച്ചു കേട്ടോ ഫാദർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാ വർഷവും മെയിനായിട്ട് വരുന്നത് ഫാദറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മാത്രമല്ല, നമുക്ക് ഫാദർ എല്ലാ വർഷവും ബർത്ത്ഡേൻ്റെ അന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ഇറങ്ങി, താഴെയാണ് കഫറ്റീരിയ. അപ്പോൾ ഇറങ്ങുന്ന വഴി ദേവഗിരീൻ്റെ ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ കാറ്ററിംഗ്കാരൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അപ്പം, ചിക്കൻ സ്റ്റൂ, അതേമാതിരി കപ്പ ബീഫ്, ഇതെല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ മെനു. ഇതുതന്നെയാണ് മെനു, മാറാറില്ല. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഒരു പുഴുങ്ങിയ പഴം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വിച്ചുട്ടനും ഞാനും അപ്പം ചിക്കൻ സ്റ്റൂ ആണ് എടുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കപ്പയും ബീഫ് ഇഷ്ടമാണ്, പക്ഷെ കപ്പ ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫാദർ ഒരു ചെടി നടും. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ്റ് എല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ടാറ്റാ.